വെൽക്കം ടു വാച്ച് സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ ചെറിയൊരു ഗാർഡനിങ് വീഡിയോ ആണ്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സ്പ്രിംഗ് ആയി ഗാർഡനിങ് തുടങ്ങാറായില്ലേ എന്ന്. അപ്പം ഇന്ന് ആദ്യം കുറച്ച് ക്ലീനപ്പ് ചോസ് ഒക്കെയാണ് ഗാർഡനിൽ, പിന്നെ കുറച്ച് സീഡ് സ്റ്റാർട്ടിങ്. അതാണ് പലരും റിക്വസ്റ്റ് ചെയ്തത്. എല്ലാ സീഡും സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടില്ല. അപ്പോൾ കുറച്ച് പുറത്ത് കോൾഡ് ഹാർഡി ആയിട്ടുള്ള പച്ചക്കറികളും പിന്നെ ഇൻഡോർ കുറേ സമയം എടുക്കുന്ന ജെർമിനേറ്റ് ചെയ്യാനും എസ്റ്റാബ്ലിഷ്ഡ് ആവാനും കുറേ സമയം എടുക്കുന്ന വിത്തുകളൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നമുക്ക് ഇവിടെ സ്പ്രിംഗ് ആവാൻ ഇനിയൊരു 2 ആഴ്ച കൂടുതലുണ്ട്. പക്ഷേ ടെമ്പറേച്ചർ സാധാരണത്തെക്കാട്ടിലും ഭയങ്കര വാമാണ്. കാരണം പൂക്കളൊക്കെ നേരത്തെ തന്നെ പൂത്തു തുടങ്ങി. ഇത് മുഴുവൻ ക്രോക്കസ് ആണ് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇന്നത്തെ യാർഡ് ക്ലീനിങ് ആണ്. ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡും. ഞാൻ ഫോളില് ഇലകൾ ഉണങ്ങി പോകുന്നതൊന്നും ക്ലീൻ അപ്പ് ചെയ്യാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറെ ഇൻസെക്ട്സ് ഒക്കെ മുട്ടയിട്ടുണ്ടാവും. ഹാർംഫുൾ ഇൻസെക്ട്സ് അല്ല പറയുന്നത്, യൂസ്ഫുൾ ഇൻസെക്ട്സ് രണ്ടും ഉണ്ടാവും. ഓഫ് കോഴ്സ് ആ ഇൻസെക്ട്സിനൊക്കെ വിന്ററിൽ ഷെൽട്ടർ പോലെ വെച്ചേക്കാണ് ഈ ഉണങ്ങിയ ഇലയൊക്കെ. അതുകൊണ്ടാണ് ആ ഫോൾ സമയത്ത് ക്ലീൻ ചെയ്യാതെ. എന്നിട്ട് സ്പ്രിംഗ് ആകുമ്പോൾ ക്ലീൻ ചെയ്യും. പിന്നെ പ്രൂണിങ്. അപ്പോൾ ഇതിപ്പോ എന്റെ സ്ട്രോബെറി വാനില ഹൈഡ്രാഞ്ചിയാണ്. ഈ ഹൈഡ്രാഞ്ചിയ പ്രൂൺ ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ടൈപ്പിനും വ്യത്യാസമുള്ള പ്രൂണിങ് ആണ്. ഇത് പെനിക്കൽ ഹൈഡ്രാഞ്ചിയാണ്, കോൺ പോലത്തെ പൂവുള്ള. അതിന് നമുക്ക് ഇത്തിരി അഗ്രസീവ് ആയിട്ട് പ്രൂൺ ചെയ്യാം. അതേസമയം നമ്മളെ ട്രഡീഷണൽ ഹൈഡ്രാഞ്ചിയല്ലേ, മോപ്പ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട ഷേപ്പുള്ള ഫ്ലവറിലെ അതൊക്കെ, അതും എസ്പെഷ്യലി ആ ട്രഡീഷണൽ ബ്ലൂ ടൈപ്പ് ഇല്ലേ, നീക്കോ ബ്ലൂ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നമ്മൾ ഇപ്പൊ സ്പ്രിംഗിൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ലൂസ് ദ ഫ്ലവേഴ്സ്. ബിക്കോസ് അത് ഓൾഡ് വുഡിലാണ് പൂക്കുക. അതേസമയം ഈ പെനിക്കൽ ഹൈഡ്രാഞ്ചിയൊക്കെ ഓൾഡിലും പൂക്കും ന്യൂലും പൂക്കും. അപ്പൊ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നിറച്ച് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് നിറച്ച് പൂക്കൾ കിട്ടും. ചെറിയ പൂക്കളായിരിക്കും, വലിയ പൂക്കളായിരിക്കില്ല. ബട്ട് യു വാണ്ട് ബിഗ് സൈസ് ബ്ലൂംസ് ദെൻ ഡോണ്ട് പ്രൂൺ ഇറ്റ്. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് വല്ലാണ്ട് ചെറുതാക്കണ്ട. ബിക്കോസ് എനിക്ക് ആ ബാക്കിലുള്ള ഇലക്ട്രിക് ബോക്സ് കവർ ചെയ്യണം. അതുകൊണ്ട് ജസ്റ്റ് ആ പഴയ സ്പെൻഡ് ബ്ലൂംസ് മാത്രമേ ഞാൻ പ്രൂൺ ചെയ്യുന്നുള്ളൂ. വേറാസ് ഈ സൈഡിൽ എന്റെ ലിറ്റിൽ ലൈം ആണെന്നാ പറഞ്ഞ, പക്ഷെ ലിറ്റിൽ ലൈം അല്ലാന്ന് എനിക്കൊന്നും ലൈം ലൈറ്റ് ഹൈഡ്രാഞ്ചി ആണെന്ന്. അതാണ് ഭയങ്കര പൊക്കം വെക്കുന്നുണ്ട്. ഈ ഒരു സ്പേസിൽ ഇതിന് ഭയങ്കര പൊക്കായി ഓൾറെഡി. അപ്പൊ എനിക്ക് ഇതിന്റെ സൈസ് കൺട്രോൾ ചെയ്യാം. അത് കാരണം ഞാൻ ഇത് നല്ല അഗ്രസീവ്ലി ഉള്ളിലേക്ക് പോയിട്ടാണ് പ്രൂൺ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ചെടികളൊക്കെ മറ്റേ സെയിന്റ് ജോൺസ് ഫോർട്ട് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന ചെടികളൊക്കെ എല്ലാം വെട്ടി, ക്രേപ്പ് ആയിട്ടുള്ള അബീലിയ ഒക്കെ വെട്ടിയിട്ടോ ഞാൻ. അപ്പം ഡെഫിനറ്റ്ലി ഇറ്റ് ലുക്സ് എ ലോട്ട് ക്ലീനർ. ബാക്കിലുള്ള ആ ബാർബറി മുള്ളുള്ള സാധനമില്ലേ, 3 ഉള്ള അതും ഒക്കെ വെട്ടിയിട്ടുണ്ട്. ഇതിന്റെ ലൈലാക് ബുഷാണ്. ഇതൊരിക്കലും ഈ സമയത്ത് ട്രിം ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇതിലെ പൂവ് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പൂവിന്റെ ബഡായി കാണുന്നത്. കഴിഞ്ഞ കൊല്ലം തന്നെ ഇതിന്റെ പൂക്കൾ ഈ ബ്രാഞ്ചസ് സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് പ്രൂൺ ചെയ്യേണ്ട സമയം പൂത്ത് കഴിഞ്ഞാൽ ഉടനെയാണ്. അത് കഴിഞ്ഞ് എപ്പോൾ പ്രൂൺ ചെയ്താലും നമ്മൾ നെക്സ്റ്റ് ഇയറിലെ പൂക്കൾ സാക്രിഫൈസ് ചെയ്യും. ഇതങ്ങനെ തന്നെ വെക്കാണ്. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് സാധനം കാണിച്ചിട്ട് കേട്ടോ. ക്ലീൻ ചെയ്തപ്പോൾ അതേ കിടക്കണോ മനസ്സിലായത് എന്താണ്? സ്നേക്കിന്റെ സ്കിന്നാണ്. ഓഫ് കോഴ്സ് ഈ സമയമാകുമ്പം സ്നേക്ക് സ്കിന്ന് ഷെഡ് ചെയ്യും. ഇത് കണ്ട ആ അബീലിയയില് സ്ഥിരം എത്രയോ കൊല്ലങ്ങളായിട്ട് ഇപ്പം കാണുന്ന ഒരു കാഴ്ചയാണിത്. എനിക്കൊന്നും അതിന്റെ ഉള്ളിൽ ഇത്രയും ബ്രാഞ്ചസ് ഉള്ള കാരണം അതിന് ആ സ്കിന്ന് കളയാൻ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് അതിന്റെ ഉള്ളിൽ കൂടി പോയി ഊർന്ന് വരുമ്പോഴേക്കും പഴയ സ്കിൻ അവിടെ ഷെഡായി കിടക്കുന്ന എനിക്ക് തോന്നുന്നു. അത് കാരണം ഡെഫിനറ്റ്ലി ഇത് തന്നെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഇത് പോയ്സൺ സ്നേക്ക് ഒന്നും അല്ല, ഗാർഡൻ സ്നേക്ക് എന്ന് പറയും. ഈ എലി അങ്ങനെ സാധനത്തിനൊക്കെ തിന്നുന്നത്. ഞാൻ സൈഡ് യാർഡിലും നോക്കൗട്ട് റോസ് അപ്പടെ 2 ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതും കാണുന്ന ക്രേപ്പ് മട്ടിലുമാണ്. റോസ് ഈ സമയമാണ് കറക്റ്റ് ആയിട്ട് പ്രൂൺ ചെയ്യാൻ പറ്റുന്ന സമയം. സ്പെഷ്യലി വി ക്യാൻ ഗോ പ്രിറ്റി അഗ്രസീവ് വിത്ത് റോസ്. നല്ല ബുഷിയായി നിറച്ച് പൂക്കളോടെ വരും. കണ്ടില്ല, അതിന്റെ ഓൾമോസ്റ്റ് 1/3 സൈസ് ആക്കി ഞാൻ കുറച്ചിട്ടുണ്ട്. പെർ സൈഡിലും അതെ. ആ റോസും ഒരു ബട്ടർഫ്ലൈ ബുഷ് വരുന്നുണ്ടായിരുന്നെ, ഒക്കെ പറ്റ വെട്ടി എല്ലാം നന്നായിട്ട് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് വന്നോളും. ചെടികൾ പ്രൂൺ ചെയ്യുന്നതിന് പല പല റീസൺസ് ഉണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഫ്ലോപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം എന്റെ ബാക്ക് യാർഡിലുള്ള മോണ്ടാക് ഡേസി അല്ലെങ്കിൽ നിപ്പോൺ ഡേസി എന്ന് പറഞ്ഞിട്ട് ഫോളിൽ പൂക്കുന്ന ഡേസിയാണ്. അത് മിണ്ടിക്കഴിഞ്ഞാൽ ഫ്ലോപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. കഴിഞ്ഞോണം ഞാൻ ഇത്ര അഗ്രസീവായി വെട്ടിയില്ല. അത് കാരണം ശരിക്കും അത് ഫ്ലോപ്പ് ചെയ്തു. വെട്ടിയിട്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇത്തവണ നല്ല അഗ്രസീവായിട്ട് വെട്ടുന്നത്. എന്റെ ഡേവിഡ് ഓസ്റ്റൺ റോസ് ആണിത്. ഞാൻ പറഞ്ഞില്ലേ നല്ല വെതറാന്നൊക്കെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് വന്നു. ഇതിന്റെ ബേസിക്കലി എനിക്ക് ഷേപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യണം, അത്രേ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇപ്പൊ നിങ്ങള് ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സോയിലിന്റെ അടുത്തുള്ള ബ്രാഞ്ചുകളും മുന്നിലത്തെ ബ്രാഞ്ചുകളിലൊക്കെ ഭയങ്കര പൊക്കം വന്നു. അപ്പം ആ പൊക്കത്തിൽ വിട്ട് കഴിഞ്ഞാൽ താഴെ ഒന്നും മിക്കവാറും എനിക്ക് പൂ വരില്ല. പക്ഷെ എനിക്ക് താഴെ മുകളിലും ഒക്കെ പൂ വേണം. അത് കാരണം ഞാൻ ആ ഹൈറ്റ് അനുസരിച്ചിട്ട് ലെവല് പോലെ ബ്രാഞ്ചസ് വെട്ടുകയാണ്. അപ്പോൾ പിന്നെ ഇത് നിറച്ച് പിന്നെയും അതിന്റെ കമ്പുകൾ വരുമ്പം എല്ലാ സ്ഥലത്തും പൂ വന്നോളും. ഇല്ലെങ്കിൽ മുകളിൽ മാത്രം എപ്പോഴും പൂവ്. ഹൈഡ്രാഞ്ചിയ ഐ നീഡ് ഇറ്റ് ബിഗർ. അത് കാരണം ഞാൻ ആ പൂക്കൾ മാത്രമേ വെട്ടി
കിട്ടിയിട്ടുള്ളൂ. ഇത് ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞ ഹൈഡ്രാഞ്ചിയ ആണ്, നേറ്റീവ് അമേരിക്കൻ ഹൈഡ്രാഞ്ചിയ. ഇതും ഓൾഡ് വുഡിലും ന്യൂ വുഡിലും ഒക്കെ പൂക്കും. അതുകൊണ്ട് ഇത് വെട്ടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്ലീൻ അപ്പ് കണ്ടില്ലേ, എല്ലാം ഉണങ്ങിയ ഇല അവിടെ തന്നെ കിടക്കുന്നത്. എസ്പെഷ്യലി ഗ്ലാഡിയോലസ്, റെഡ് ഹോട്ട് പോക്കർ, അതൊക്കെയാണ് നിറച്ച ഇല വന്നിട്ട് ഭയങ്കര വൃത്തിയായിട്ട് തോന്നുന്നത്. ഇപ്പൊ ഇങ്ങനെയായിരുന്നു ക്ലീൻ അപ്പ് ചെയ്യുന്നതിന് മുമ്പിലത്തെ കണ്ടീഷൻ. എല്ലാ ഇലയും ഉണങ്ങി കിടക്കുന്നുണ്ടല്ലേ. ഞങ്ങളുടെ താമര അമ്പലം വെച്ചേക്കുന്ന ചെറിയ പോണ്ടാണ് മരക്കഷ്ണം വെച്ച് അടച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഇത് കണ്ടോ, ക്ലീൻ അപ്പ് ചെയ്തിട്ട് എല്ലാം വൃത്തിയായി. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മൾച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് മൾച്ച് ചെയ്യണം. പക്ഷെ ഇപ്പൊ ഞാൻ മൾച്ച് ചെയ്യില്ല, ബിക്കോസ് ഞാൻ കുറെ വിത്ത് പാകിയിട്ടുണ്ട്, അതൊക്കെ മുളച്ചു വരുന്നുള്ളൂ. ഇപ്പൊ മൾച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ കരിഞ്ഞു പോകും. എല്ലാ സൈഡിലെയും വ്യൂ ആണിത്. ഈ ഭാഗം മാത്രമേ ചെയ്യാൻ പറ്റിയുള്ളൂ, എനിക്ക് അപ്പുറ സൈഡിലേക്ക് എത്താൻ പറ്റിയില്ല, അത്രയും സമയം എടുത്തു. കണ്ടില്ലേ, ഇങ്ങനെ നിറച്ച് ഉണക്കല മുഴുവൻ ക്ലീൻ ആക്കി, ഉണക്ക കമ്പൊക്കെ വെട്ടി, ഇതൊക്കെ ഇനി ബാഗ് ചെയ്യണം. ബാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഒരു ബ്രൗൺ ബാഗിൽ കാണു കഴിഞ്ഞാൽ മുഴുവൻ ഇങ്ങനെ ബാഗ് ചെയ്തേക്കുന്ന വേസ്റ്റുകളാണ്. ഇത് ഇനിയിപ്പോ വേസ്റ്റ് പിക്കപ്പ് ചെയ്യുമ്പോൾ അവരൊന്ന് എടുത്തുകൊണ്ടോ. വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം കാണിച്ചാൽ കേട്ടോ, ഞങ്ങളുടെ ലോണിൽ നിറച്ച് മല്ലിയാണ്. മല്ലിയല എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കുറെ പൂത്ത് കായ് വന്നില്ല എന്നാ മല്ലി കഴിഞ്ഞല്ല. കുറെ ഉണക്ക മല്ലി ഞങ്ങൾക്ക് സീഡ് കിട്ടിയിരുന്നുണ്ട് കുറെ. അതൊക്കെ ഇവിടെ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ സീഡ് അതിൻ്റെ ഉള്ളിൽ വീണ് പോയി നമ്മൾ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാവുമായിരിക്കും. ഏതായാലും ഇത് നിറച്ച് മല്ലിയാണ് ഈ ഏരിയയിൽ മുഴുവനും. അപ്പൊ ഇതിപ്പോ കോൾഡ് വെതർ സഹിക്കാൻ പറ്റുന്ന കുറച്ച് പച്ചക്കറിയാണ്. ഇത് ക്യാരറ്റ്സ് ഞാൻ കഴിഞ്ഞ കൊല്ലം യൂസ് ചെയ്തിരുന്ന സീഡ് ബാക്കിയാണ്. ക്യാരറ്റ്സ് ഇപ്പൊ സോ ചെയ്യാം. ഇതിപ്പോ മാർച്ച് ഫസ്റ്റ് വീക്കാണ്. ഇവിടെ സ്വിസ് ഷാർഡ് അഗൈൻ എന്റെ പഴയ സ്വിസ് ഷാർഡൊക്കെ പോയി, അതൊരു 2-3 കൊല്ലമൊക്കെ നിൽക്കുള്ളൂ. പിന്നെ ഇത് പീസാണ്. പീസിനും തണുപ്പില്ല, കുഴപ്പമില്ല. പിന്നെ ചൈവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിത്തണ്ടിന്റെ സ്വാദ് തന്നെയാണ്. പിന്നെ ഉള്ളത് കെയില്. ഇത് രണ്ടും ഞാൻ ചീര തോരൻ വെക്കുന്ന പോലെ വെക്കുന്നതാണ്. പിന്നെ ഇത് ആക്ച്വലി എനിക്ക് ഫ്രീസ് ചെയ്ത് കിട്ടിയതാണ്. ഒരു ടൈപ്പ് റാഡിഷ് ആണ്. വസാബി എന്ന് പറഞ്ഞാൽ നമ്മൾ സൂഷി കഴിക്കുമ്പോഴുള്ള വസാബിയില്ലേ, അതിന്റെ ടേസ്റ്റുള്ള റാഡിഷ്ന്ന്. ഇതെല്ലാം ഫ്രീ കിട്ടിയല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ചോദിക്കുന്നു. ഇതും ഫ്രോസ്റ്റ് ഹാർഡിയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ പുറത്ത് നടാൻ പോവാണ്. ഞാൻ കെയിൽ അധികം ഇടുന്നില്ല. ഇതാണ് കെയിലിന്റെ വിത്ത്, ഇത്തിരി വലുതാണ്. ജസ്റ്റ് ഒന്ന് ഇവിടെയും. ഇത് നമ്മൾ പണ്ട് ഫോളിൽ നട്ട ഗാർലിക്കാണ്. എല്ലാം മുന്നിൽ വന്നിട്ടുണ്ട്. ഗ്ലൗ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് നല്ല കാറ്റാ. വേഗം അങ്ങ് പണി കഴിഞ്ഞിട്ട് പോവാം. ഇന്നലെ മുഴുവൻ മഴയാണ്, നനവുണ്ടായിരുന്നു. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനിയിപ്പോൾ അടുത്ത ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതുപോലെ മിക്കവാറും തിന്നിയേണ്ടി വരും. ചെറിയ ചെറിയ വിത്ത്, കാരണം കുറേ ഒന്നിച്ച് മുളയ്ക്കും. കണ്ട, കാറ്റ് കുറച്ച് ഇടുന്നുള്ളൂ, ബിക്കോസ് എനിക്ക് തിന്നിയേണ്ട. സ്വിഷാർഡും പച്ചല ആയതുകൊണ്ട് ഞാൻ അധികം ഇടുന്നില്ല, 1-2 ചെടി എന്നുള്ളൂ. ഇതാണെങ്കിൽ വലിയ വിത്താണ്, കണ്ട. അപ്പം അത് ജസ്റ്റ് ഒന്ന് നമ്മൾ എൻ്റെ സ്ഥിരം ഇവിടെ ഇനിയും വൃത്തിയാക്കാനുണ്ട്. എൻ്റെ സ്ഥിരം സ്വിഷാർഡിൻ്റെ സ്പോട്ടാണ്. ഇത് രണ്ടും പഴയ സ്വിഷാർഡ് നിൽക്കണതാണ് കാണുന്നത്. ഇതും അധികം വേണ്ടാത്തൊരു സാധനമാണ്, റാഡിഷാണ്. അപ്പോൾ പിന്നെ ഇത് സ്വാദ് എങ്ങനെയാണെന്നും അറിയില്ല. നോക്കട്ടെ. വലിയ തരിയത് കണ്ടോ, വിത്താ. എന്തിൻ്റെ ചട്ടി എനിക്ക് മറന്നുപോയി. ഏതായാലും ഇതിൽ മണ്ണുണ്ട്, അപ്പം നമുക്ക് നടാം. പീസാണ്, നമ്മൾ പട്ടാണിയില്ലേ അത് തന്നെയാണിത്. ഇത്രയൊന്നും വേണ്ട, ഒരെണ്ണി വീണുണ്ട്. 3, 4. ഇനിയിപ്പോൾ ഇത് പടർന്നു വരുന്ന ചെടിയാണ്, അപ്പോൾ ഒരു ട്രെലിസ് വെക്കേണ്ടി വരും മിക്കവാറും. അപ്പോൾ ഞാൻ അതിൻ്റെ ഔട്ടർ ഭാഗങ്ങളിൽ സൈസ് വയ്ക്കാം. നമുക്ക് ഉള്ളിത്തണ്ടിന് ഓരോ ഉപയോഗിക്കാം. ലിഡിലിൽ ഇതുപോലെ 199, 399 കാണുമ്പം വാങ്ങാതിരിക്കാൻ തോന്നൂല. അപ്പം വാങ്ങിച്ച ഓറിയൻ്റൽ ലില്ലിയാണ്. അതും കൂടി ഏതായാലും പുറത്തിറങ്ങിയല്ലേ നടാന്ന് ചോദിച്ചു. ഇപ്പം ഇങ്ങനത്തെ കിഴങ്ങാണ്. ഇതിൻ്റെ ഈ വേരുള്ള ഭാഗമാണ് താഴേക്ക് നടുന്നത് കേട്ടോ. നമ്മൾ ഇത് ഒരു കൊല്ലം നട്ട് കഴിഞ്ഞാൽ എല്ലാ കൊല്ലം വരുന്ന ഇതാണ് ലില്ലി. ഞാൻ 2 ഈ കൂർത്ത ഭാഗം മുകളിലേക്ക് കണ്ട, അതിൻ്റെ ഓൾറെഡി മുള വന്നു തുടങ്ങി. 3 എണ്ണത്തിൻ്റെ പാക്കറ്റാണ്. ഇത് ഒന്നിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഒറ്റയ്ക്ക് നട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല, അതാണ് ഒന്നിച്ച് 3 എണ്ണം കൊണ്ടാണ്. ഈ മത്സ്യൻ്റെ മുകളിൽ കാണുന്ന മണ്ണൊക്കെ ഞാൻ പേർപ്പസ്ഫുള്ളി ഇട്ടതാണ്. എന്ന് വെച്ചാൽ പോപ്പി ഇതേ ഇവിടെ കാണുന്നുണ്ട്. പോപ്പികൾ
ഇവിടെ വിത്ത് കുറേ ഉണ്ട്. ലാസ്റ്റ് ട്രൈ ആണ് പോപ്പി വളർത്താനുള്ള. പല തവണയും ട്രൈ ചെയ്തു. പോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവലി ഉണ്ടാകുന്ന പോപ്പിയാണ്. ഓറിയൻ്റൽ പോപ്പി ഇതാ ഇവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ആനുവൽ ഉണ്ടെന്ന പോപ്പി ഒരിക്കലും എനിക്ക് മുളച്ച് വരില്ല. കാരണം ഇത്തവണ ലാസ്റ്റ് ട്രൈ ചെയ്തേക്കണം. മുളച്ച് വരുന്നുണ്ട്, സർവൈവ് ചെയ്താൽ മതിയായിരുന്നു. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ. ഞാൻ ഇതുവരെയായിട്ടും വഴുതനങ്ങ വിത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ ഈ ഒരു പച്ച വഴുതനങ്ങ ഇവിടെ വളരെ റെയറായിട്ടാണ് കാണല്. എസ്പെഷ്യലി വിത്ത് നമ്മുടെ വാൾമാർട്ട്, ഹോം ഡിപ്പോ എന്നുള്ള സ്ഥലത്തൊന്നും ഒരിക്കലും കാണില്ല. ഇത് ഞാൻ വാൾമാർട്ട് കണ്ടപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിച്ചു നോക്കുകയാണ്. ഇൻ ജനറൽ ഇൻഡോർ സീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 to 10 weeks ബിഫോർ യുവർ ലാസ്റ്റ് ഫ്രോസ്റ്റ് ഡേറ്റ്. അത് ഞാനൊരു ലിങ്ക് മുകളിലും പോസ്റ്റ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം. almanac.com എന്ന് പറഞ്ഞ സൈറ്റാണ്. അവിടെ നമ്മൾ സിപ്പ് കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പച്ചക്കറികളുടെ വിത്ത് എപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് 8 to 10 weeks ബിഫോർ ഫ്രോസ്റ്റ് ആണ്. ഞങ്ങളുടെ ലാസ്റ്റ് ഫ്രോസ്റ്റ് ഡേറ്റ് യൂഷ്വലി മദേഴ്സ് ഡേയുടെ അടുത്താണ്. അപ്പം May 1st week ഒക്കെ ആവും. അപ്പം നിങ്ങളുടെ ഏരിയയിൽ നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യാം കേട്ടോ. എഗ് പ്ലാന്റും തക്കാളി, മുളക് ഒക്കെയാണ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ തക്കാളി, മുളകൊക്കെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. എഗ് പ്ലാന്റ് ബിക്കോസ് ഐ എം ട്രൈങ് ഔട്ട് ഫസ്റ്റ് ടൈം, ഐ വോണ്ട് ടു ബി ഷുവർ ഐ എം ഡൂയിങ് ഇറ്റ് റൈറ്റ്. എഗ് പ്ലാന്റിന്റെ വിത്ത് കുറച്ചേ ഉള്ളൂ ടൈമിൽ. കാണുന്നുണ്ടോ? ഭയങ്കര ചെറുതാണ്. ഞാൻ ഒരു 1, 2 ഒരെണ്ണോടി ഇടാം ജസ്റ്റ് ഇൻ കേസ്. ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ വിത്ത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നത്. ജസ്റ്റ് മണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ മൂടിയാൽ മതി. ഇതിൻ്റെ ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ട് വിൻഡോൻ്റെ സൈഡിൽ വയ്ക്കും. അല്ലാണ്ട് ലൈറ്റിംഗ് പരിപാടിയൊന്നുമില്ല എനിക്ക്. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ ചതുരപ്പയറെന്ന് പറയും. നാട്ടിലെ ചതുരപ്പയറിന് യൂഷ്വലി കുറേ സമയം എടുക്കും കായ്ക്കാനായിട്ട്. ഇത് പക്ഷേ ഒരു ജാപ്പനീസ് വെറൈറ്റി ആണ്. ഇറ്റ്സ് എൻ ഏർലി പ്രൊലിഫിക് വിങ് ബീൻ ഫ്രം ജപ്പാൻ. ഓക്കിനാവ എന്ന് പറഞ്ഞ ഐലൻഡിൽ ഉണ്ടാകുന്നതാണ്. ആസ് ലോങ് ആസ് ടെമ്പറേച്ചർ 70 degree Fahrenheit മുകളിലാണെങ്കിൽ കൂടുന്നാണ് പറയുന്നത്. പ്രീ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 to 2 hours ഇതിന്റെ ജെർമിനേഷൻ എളുപ്പം വരുന്നു പറയുന്നുണ്ട്. പക്ഷേ എനിവേ ബിക്കോസ് ഐ ഹാവ് ടൈം നൗ, സോ ഐ എം നോട്ട് പ്രീ സോക്കിംഗ് ദിസ് വൺ. ചതുരപ്പയറിൻ്റെ വിത്താണ്. അതും കൂടി 2 നടന്നുള്ളൂ ബിക്കോസ് എനിക്കൊന്ന് നോക്കണം എങ്ങനെയാണ് വരുന്നതെന്ന് കേട്ടോ. പിന്നത്തത് ഇത് ഒരു ക്യാബേജാണ്, ബ്രൗൺസ്വിക് ക്യാബേജ് എന്ന് പറഞ്ഞിട്ട് വലിയ ക്യാബേജാണ്. ഞാൻ സാധാരണ ക്യാബേജ് വളർത്തില്ല ബിക്കോസ് ഞങ്ങൾക്ക് ക്യാബേജ് പോകാൻ ഭയങ്കരമാണ്. ഇത് പക്ഷേ ഫ്രീ കിട്ടിയാണ് ബേക്കൊക്കെ വിൽക്കുന്നത്. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ഇൻഡോർ സ്റ്റാർട്ട് ചെയ്തിട്ട് പുറത്ത് നടാനാണ് എല്ലാവരും പറയുന്നത് ക്യാബേജ്. ഈവൻ ദോ വെച്ചാൽ കോൾഡ് ഹാർഡ് വെച്ചിട്ട് കടുക് പോലത്തെ വിത്താണ്. ഞാൻ 4-5 നോട്ടെ വരുവാണ് ബിക്കോസ് ഒരു ക്യാബേജായിട്ട് എന്തിനാ. പക്ഷെ എന്നാലും കണ്ട ഇതും ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനത് പണ്ട് കാണിച്ചിട്ടുണ്ട്. ഏത് വിത്താണ് നട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പെയിൻറ്റേഴ്സ് ടേപ്പ് എഴുതി വയ്ക്കും. ബിക്കോസ് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പാത്രം റീയൂസ് ചെയ്യാം. ഈ പെയിൻറ്റേഴ്സ് ടേപ്പ് എടുത്ത് മാറ്റി കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂഷനാണ്. 3-4-5 പേര് വരുമ്പോൾ ഏതാണെന്ന് അറിയില്ല. പിന്നെ ഞാനത് ഈ 2 സാധനം കൂടി, അത് വിൻഡോ സൂചിയാണ്. അതിനാണ് ഇത് കഴിഞ്ഞ കൊല്ലം വിൻഡോ സൂചി ചെയ്ത് അതേ പാത്രം തന്നെ ഞാൻ റീയൂസ് ചെയ്യാണ്. അതിൽ ഒന്ന് ലാക്സ്പെറും ഒന്ന് ഡാലിയാണ്. ഇത് പോം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ഡാലിയല്ലേ, ഇങ്ങനെ ബട്ടൺ പോലിരിക്കുന്ന അതിന്റെ വിത്താണ്. ഇത് രണ്ടും ആനുവൽ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ മാർച്ചിൽ വിൻഡോ സോ ചെയ്യുന്നത്. പെരീനൽസ് ഒക്കെ ജനുവരി മാസത്തിൽ അല്ലെങ്കിൽ ഡിസംബറിൽ വിൻഡോ സോ ചെയ്യണം. ബാക്കിയുള്ള ആനുവൽസ് ഞാൻ മാർച്ച് അവസാനമേ സോ ചെയ്യുള്ളൂ. ഇത് രണ്ടും ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ് വിൻഡോ സോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി നേരത്തെ ചെയ്യുന്നത്. ഇത് പല മിക്സ്ഡ് കളറാണ്. ഡാലി ആക്ച്വലി ഞാൻ വിത്തെന്ന് ഇങ്ങനെ വിൻഡോ സോ ചെയ്തിട്ടില്ല, പുറത്ത് ചട്ടിയിലിട്ടിട്ട് വളർന്നിട്ടുണ്ട്. എനിക്ക് നല്ല ചെറിയ ചെറിയ ഡാലികൾ നന്നായിട്ട് വരും കേട്ടോ. കണ്ടോ, ഇതാണ് ഡാലിയുടെ വിത്ത്. വിൻഡോ സോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഒരു ചെറിയ ഗ്രീൻ ഹൗസ് പോലെ, ഇതൊരു ഗ്രീൻ ഹൗസിന്റെ എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഈ ലാക്സ്പെർ പുറത്ത് നമ്മൾ ഡയറക്റ്റ് സോ ചെയ്താലും വരും, പക്ഷെ എനിക്ക് കഴിഞ്ഞെല്ലാം ഒന്നും വന്നില്ല ഡയറക്റ്റ് സോ ചെയ്തിട്ട്. എന്താ പറ്റിയായിരിക്കില്ല, ഒന്നല്ലേ നിറച്ച് കിളിയുണ്ട് ഇവിടെ, ആ കിളി തിന്നുകൊണ്ട് പോയോന്ന് അറിയില്ല. ഇത്തവണ ഞാൻ പുറത്ത് ഇട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ ഇൻ അഡീഷൻ ടു ദാറ്റ് എനിക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് ചെടി ഉണ്ടെന്ന്. ഇതിൻ്റെ വിത്ത് കണ്ടോ, ഇങ്ങനെയാണ്. ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി. ജസ്റ്റ് ഒന്ന് മിക്സി, ഓക്കെ, ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചാൽ മതി. അഗൈൻ ഞാൻ ഇത് വിൻഡോസിൽ വയ്ക്കുമ്പം അടിയിലൊരു പാത്രം എന്തെങ്കിലും വെച്ചിട്ടാണ്, എന്നാൽ പിന്നെ വെള്ളം ഒഴിക്കുമ്പം വിൻഡോസിൽ വരില്ലല്ലോ, അങ്ങനെയാണ് ചെയ്യൽ. ഇത് വിൻഡോ സോ ചെയ്യുന്ന പാത്രം അടച്ചു വെക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ട്രിക്കാണിത്. ഒരു പ്ലാസ്റ്റിക് ക്രാഫ്റ്റിൻ്റെ കഷ്ണം എടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇടാം ടൈറ്റാൻ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല വലിച്ച് ടൈറ്റാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം പോകണം, എയറും കയറണം. അത് കാരണം ജസ്റ്റ് ഇടയ്ക്ക് കുറച്ച് ഓട്ടം ഒളിച്ച് കൊടുത്താൽ മതി. That's it.
ഞാൻ കൊണ്ടുപോയി പുറത്ത് മഴയും മഞ്ഞും ഒക്കെ കൊള്ളുന്നിടത്താണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ടു അറ്റ്ലീസ്റ്റ് സം ഓഫ് യു. നമുക്ക് അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.